ഹായ് ഓൾ, ഇന്ന് ഞാനൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ദുബായ് വാട്ടർ കനാൽ കാണാനാണ്. ഞാൻ എന്തായാലും പോകുന്നുണ്ട്, അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടിയും കാണിച്ചു തരാമെന്ന്. ഈവനിങ്ങും നൈറ്റും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ് ഇത്. ഇവിടെ ഈവനിങ് ഒരു വൈബാണ്, നൈറ്റ് വേറെ വൈബാണ്. ഈ പോകുന്ന റൂട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇനി ബാക്കി വിശേഷമൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. ഇപ്പം നമ്മൾ പോകുന്നത് ദുബായ് വാട്ടർ കനാലിൻ്റെ പാർക്കിങ്ങിലോട്ടാണ്. അത്യാവശ്യം നല്ല പോലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. പെയ്ഡ് പാർക്കിംഗ് ആണ് ഇവിടെ, സൺഡേ ഫ്രീ ആണ്. നമ്മളിപ്പോൾ ദുബായ് വാട്ടർ കനാൽ ഏരിയ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് രണ്ട് സൈഡിലോട്ടേക്കും പോവാം. ഒരു സൈഡിൽ രണ്ട് ബ്രിഡ്ജ് ഉണ്ട്, മറ്റേ സൈഡിൽ നമുക്ക് വാട്ടർഫോളും അങ്ങനത്തെ ഒക്കെ ആയിട്ട് കാണാനുള്ള കാഴ്ചകളുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ആ ബ്രിഡ്ജ് ഏരിയ കാണാനാണ് പോകുന്നത്. വാട്ടർഫോൾ കുറച്ചും കൂടി നൈറ്റ് ആയാലാണ് കാണാൻ ഭംഗി, അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രിഡ്ജ് ഏരിയ പോകുന്നത് ഫസ്റ്റ്. ഇവിടെ ആൾക്കാർക്ക് നടക്കാനും സൈക്ലിങ്ങിനൊക്കെ പ്രത്യേക ട്രാക്ക് ഉണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ കാണുന്ന ഇവിടെയുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. പിന്നെ ഈ ഓപ്പോസിറ്റൊക്കെ അത്യാവശ്യം കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഈ നടക്കാനുള്ള ഫെസിലിറ്റി പോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലായിടത്തും ഇവിടെ ഉണ്ട് കേട്ടോ. വെറുതെ ഇവിടെ കനാലും നോക്കിയിരിക്കാനും നല്ല രസമാണ് കേട്ടോ. ആ ഫസ്റ്റ് കാണുന്ന ബ്രിഡ്ജാണ് ടോളറൻസ് ബ്രിഡ്ജ്. നമുക്ക് അതിൻ്റെ മുകളിലോട്ടേക്ക് പോവാം. ഇത് ഞാൻ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചപ്പോഴുള്ള വ്യൂ ആണ് ഇത്. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറാൻ നിങ്ങൾക്ക് വേണേൽ സ്റ്റെയർ യൂസ് ചെയ്യാം, ലിഫ്റ്റ് യൂസ് ചെയ്യാം. ഞാൻ ലിഫ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രിഡ്ജിലോട്ട് ഇറങ്ങാം കേട്ടോ. നമുക്ക് ഈ ബ്രിഡ്ജിൽ നിന്ന് രണ്ട് സൈഡിലെ വ്യൂ നല്ല രസമാണ് കാണാൻ. ഈ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോവാം. ഞങ്ങൾ പോയില്ല, കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ സൈഡ് പോയിട്ടുണ്ടായിരുന്നില്ല. ഈ ഇപ്പുറത്തെ സൈഡ് തന്നെ നിന്നിട്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പ്രൈവറ്റ് ബോട്ടും RTൻ്റെ ഒക്കെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. അവിടെ ഒരു RTൻ്റെ സ്റ്റേഷനും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾ നേരെ മുന്നിൽ കാണുന്ന സഫ ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത്. ആ ആർച്ച് ഷേപ്പിൽ കാണുന്നതാണ് സഫ ബ്രിഡ്ജ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ടേക്ക് പോവാം. ഈ ബ്രിഡ്ജ് കയറാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിഫ്റ്റും ഉണ്ട്, സ്റ്റെയറും ഉണ്ട്. ഞാനിപ്പോൾ സ്റ്റെയറാണ് യൂസ് ചെയ്തത് കേട്ടോ.
ഇതാണ് ബ്രിഡ്ജ് വ്യൂ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ഇവിടെ നിങ്ങൾക്ക് സൈക്കിൾ ട്രാക്കും വാക്കിംഗ് ട്രാക്കൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. ഈ വീഡിയോ കാണുന്നതിനാക്കട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനും. നമ്മളിപ്പോൾ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നമുക്ക് വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവാം. ആ കാണുന്നതാണ് വാട്ടർഫോൾ ഏരിയ. ഈ വെള്ളം ഡിഫറെൻ്റ് കളറിലായിട്ടാണ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. അത് കാണാൻ വരണ്ടൊരു ഭംഗിയാണ്. ഈ വാട്ടർഫോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ധാരാളം ബോട്ടുകൾ പോകും. അപ്പം വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും. അതിനുശേഷം ബോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം പണ്ടത്തെ പോലെ തന്നെ ആവും, വീണ്ടും ഓണാവും. എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ കേട്ടോ. ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. നമുക്ക് 2 സൈഡ് നിന്നിട്ട് ഇത് വാച്ച് ചെയ്യാം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ദുബായ് വാട്ടർ കാനൽ ഏരിയയിലുള്ള കാഴ്ചകൾ. അപ്പോൾ ഈ ട്രാവൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.